ഏവർക്കും നമസ്കാരം. ഇന്ന് ചർച്ച ചെയ്യുന്നത് ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ പാർട്ടിയെ പറ്റിയാണ്. നമുക്കറിയാം, ഒരു രാജ്യത്ത് ഗവൺമെൻറ്റും അതുപോലെ തന്നെ ജനങ്ങളും തമ്മിലുള്ള ബന്ധം നിർണ്ണയിക്കുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വളരെയധികം സുപ്രധാനമായ പങ്കു തന്നെയാണുള്ളത്. അപ്പോൾ ലോകത്തിൽ ഏതൊരു പാർട്ടിയാകട്ടെ, ആ പാർട്ടികൾക്കെല്ലാം തന്നെ വ്യക്തമായ സംഘടനകളും അംഗത്വവും നിയമാവലികളും പ്രത്യയശാസ്ത്രവും എല്ലാം തന്നെ ഉണ്ടായിരിക്കും. ചുരുക്കത്തിൽ ഓരോ രാജ്യത്ത് നിലനിൽക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് വ്യത്യസ്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഇപ്പോൾ ബ്രിട്ടീഷ് പാർട്ടി സിസ്റ്റത്തെ പറ്റി പറയുകയാണെങ്കിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പ്രധാനമായിട്ടും രണ്ട് പാർട്ടികളാണ് ഉള്ളത്. അതായത് കൺസർവേറ്റീവ് പാർട്ടിയും രണ്ടാമത്തേത് ലിബറൽ പാർട്ടിയും. ഓക്കെ, മാത്രമല്ല ബ്രിട്ടൻ എന്ന രാജ്യത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്ഭവത്തെ പറ്റി പറയുകയാണെങ്കിൽ ബ്രിട്ടനിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്ഭവം എന്ന് പറയുന്നതിന് ഒന്നാം എലിസബത്ത് രാജ്ഞിയുടെ കാലഘട്ടത്തിലായിരുന്നു ബ്രിട്ടനിൽ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. മാത്രവുമല്ല, തുടക്ക കാലഘട്ടങ്ങളിൽ ബ്രിട്ടനിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ തോതിലുള്ള ഒരു സ്വാധീനം ബ്രിട്ടനിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കറിയാം, ബ്രിട്ടീഷ് ഗവൺമെൻറ് പാർലമെൻ്ററി ഭരണ സംവിധാനമാണ് നിലനിർത്തുന്നത്. അതുപോലെ തന്നെ സിദ്ധാന്തം അനുസരിച്ചിട്ട് ബ്രിട്ടനിലെ ഗവൺമെൻറ് എന്ന് പറയുന്നത് പരിപൂർണമായ രാജവാഴ്ചയാണ്. എന്നാൽ നിയമപരമായിട്ട് എല്ലാ അധികാരങ്ങളും രാജാവിൽ നിക്ഷിപ്തമാണ് എങ്കിലും പ്രയോഗത്തിൽ അവയെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത് ബ്രിട്ടനിലെ പാർലമെൻ്റ് ആയിരിക്കും. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് രാജവാഴ്ചയുടെയും അതുപോലെ തന്നെ കുലീന ഭരണത്തിൻ്റെയും അതുപോലെ തന്നെ ജനാധിപത്യത്തിൻ്റെയും സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഓക്കെ, അപ്പോൾ തുടക്ക കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് രാജഭരണത്തിൽ നിക്ഷിപ്തമായ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ തുടക്ക കാലഘട്ടങ്ങളിൽ ബ്രിട്ടനിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വ്യക്തമായ ഒരു സ്വാധീനം ഉണ്ടായിരുന്നില്ല. ചുരുക്കി പറയുകയാണെങ്കിൽ ബ്രിട്ടനിലെ 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തോടെയാണ് രാഷ്ട്രീയ പാർട്ടികൾ ആരംഭിക്കുന്നത് തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രിട്ടനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിലൊന്നായ കൺസർവേറ്റീവ് പാർട്ടിയെ പറ്റി നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് 1834 1834 ഇത് ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കൺസർവേറ്റീവ് പാർട്ടിയെ പറ്റി പറയുകയാണെങ്കിൽ കൺസർവേറ്റീവ് ആൻഡ് യൂണിയൻ പാർട്ടി എന്നാണ് ഈ കൺസർവേറ്റീവ് പാർട്ടി ഔദ്യോഗികമായിട്ട് അറിയപ്പെടുന്നത് തന്നെ. ഓക്കെ, എന്താണ് കൺസർവേറ്റീവ് ആൻഡ് യൂണിയൻ പാർട്ടി എന്നാണ് ഒഫീഷ്യലായിട്ട് കൺസർവേറ്റീവ് പാർട്ടി അറിയപ്പെടുന്നത് തന്നെ. മാത്രവുമല്ല, UK കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയായിട്ടാണ് ഈ കൺസർവേറ്റീവ് പാർട്ടി പരിഗണിക്കപ്പെടുന്നത്. ഓക്കെ, ഈ കൺസർവേറ്റീവ് പാർട്ടി UK തന്നെ ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. ഓക്കെ, അതായത് 2013 കാലഘട്ടത്തോടു കൂടി കൺസർവേറ്റീവ് പാർട്ടി UK തന്നെ ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറുകയുണ്ടായി. ഓക്കെ, മാത്രവുമല്ല ഈ കൺസർവേറ്റീവ് പാർട്ടിയിലെ അംഗസംഖ്യയെ പറ്റി പറയുകയാണെങ്കിൽ ഈ പാർട്ടിക്ക് പൊതുസഭയിൽ 303 പ്രതിനിധികളാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് ഓൾഡ് ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ട് റെഫർ ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾ നിലവിലുള്ള റീസെൻ്റ് ആയിട്ടുള്ള കണക്കുകൾ കൂടി നോക്കേണ്ടതുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ പാർട്ടിക്ക് പൊതുസഭയിൽ 303 പ്രതിനിധികളാണ് ഉള്ളത്. ഓക്കെ, അത് നമുക്കറിയാം. ബ്രിട്ടീഷ് പാർലമെൻ്ററി സംവിധാനം എന്ന് പറയുന്നത് ദ്വിമണ്ഡല സിദ്ധാന്തത്തിൽ അടിയുറച്ച ഒരു സംവിധാനമാണ്. അതായത് 2 മണ്ഡലങ്ങളുള്ളൊരു സഭയാണ് ബ്രിട്ടീഷ് പാർലമെൻ്ററി സംവിധാനം എന്ന് പറയുന്നത്. അതനുസരിച്ചിട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ ഉപരിസഭ പ്രഭുസഭ അഥവാ ഹൗസ് ഓഫ് ലോർഡ്സ് എന്നും അതുപോലെ തന്നെ അധോസഭ ഹൗസ് ഓഫ് കോമൺസ് അഥവാ പൊതുസഭ എന്നുമാണ് അറിയപ്പെടുന്നത്. ഓക്കെ, എന്താണ് ബ്രിട്ടീഷ് പാർലമെൻ്ററി സംവിധാനം എന്ന് പറയുന്നത് 2 മണ്ഡലങ്ങളിൽ ഉള്ള ഒരു സംവിധാനമാണ്. അതായത് ദ്വിമണ്ഡല സിദ്ധാന്തത്തിൽ അടിയുറച്ച ഒരു സംവിധാനമാണ്. ഇതനുസരിച്ചിട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ ഉപരിസഭ എന്ന് പറയുന്നത് പ്രഭുസഭയാണ്. അതായത് ഹൗസ് ഓഫ് ലോർഡ്സ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അതേസമയം അധോസഭ ഹൗസ് ഓഫ് കോമൺസ് അഥവാ പൊതുസഭ എന്നുമാണ് അറിയപ്പെടുന്നത്. മാത്രവുമല്ല, പ്രാദേശിക തലത്തിൽ കൺസർവേറ്റീവ് പാർട്ടിയെ ടോറീസ് പാർട്ടി അഥവാ ടോറീസ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഓക്കെ, കൂടാതെ 1834 കാലഘട്ടങ്ങളിലാണ് ഈ പാർട്ടി നിലവിൽ വരുന്നത്. ചുരുക്കത്തിൽ 19-ാം നൂറ്റാണ്ടിലെ പ്രധാനപ്പെട്ട രണ്ട് രാഷ്ട്രീയ പാർട്ടികളിൽ ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടാണ് ഈ കൺസർവേറ്റീവ് പാർട്ടിയെ പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയാണ് കൺസർവേറ്റീവ് ആൻഡ് യൂണിയൻ പാർട്ടി എന്നാണ് ഒഫീഷ്യലായിട്ട് ഈ കൺസർവേറ്റീവ് പാർട്ടി അറിയപ്പെടുന്നത്. എന്നാൽ 1912
കൺസർവേറ്റീവ് പാർട്ടി കൺസർവേറ്റീവ് യൂണിയൻ പാർട്ടി എന്ന പേര് സ്വീകരിച്ചത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഐഡിയോളജിയൊക്കെ പറ്റി പറയുകയാണെങ്കിൽ കൺസർവേറ്റീവ് പാർട്ടി അംഗങ്ങളുടെ ബിലീഫ് സിസ്റ്റം അഥവാ വിശ്വാസം അനുസരിച്ചിട്ട് സ്വകാര്യ ഉടമസ്ഥതയിലുള്ള സാമൂഹ്യ സംവിധാനമാണ് സ്വീകാര്യം എന്നാണ് ഇവർ അഭിപ്രായപ്പെടുന്നത്. മാത്രവുമല്ല ഈ കൺസർവേറ്റീവ്സ് അംഗീകരിക്കുന്ന സാമൂഹ്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും രാജാധികാരം, അതുപോലെ തന്നെ ദേശീയ ഐക്യം, അതുപോലെ ശക്തമായ അധികാര വർഗങ്ങൾ, അതുപോലെ സ്റ്റേറ്റിൻ്റെ കടന്നുകയറ്റത്തിൽ നിന്നെല്ലാം തന്നെ മുക്തമായിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള ഒരു സ്വകാര്യ സ്വത്ത് എന്നീ സാമൂഹ്യ സ്ഥാപനങ്ങളെയാണ് ഈ കൺസർവേറ്റീവ് അംഗങ്ങൾ അംഗീകരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ കൺസർവേറ്റീവ് പാർട്ടിയിലെ അംഗങ്ങളുടെ ഐഡിയോളജി എന്ന് പറയുന്നതിന് സ്വകാര്യ സ്വത്ത്, അതായത് പ്രൈവറ്റ് ഓണർഷിപ്പ്, അതുപോലെ സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവയോടെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള ഒരു മനോഭാവമാണ് ഈ കൺസർവേറ്റീവ്സിന് ഉള്ളത് തന്നെ. നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഈ കൺസർവേറ്റീവ്സ് അംഗീകരിക്കുന്ന സാമൂഹ്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നതിന് രാജാധികാരം, അതുപോലെ തന്നെ സ്റ്റേറ്റിൻ്റെ കടന്നുകയറ്റത്തിൽ നിന്നെല്ലാം തന്നെ മുക്തമായിട്ടുള്ള സ്വകാര്യ സ്വത്ത്, അതുപോലെ തന്നെ ശക്തമായ അധികാരവർഗം, ദേശീയ ഐക്യം തുടങ്ങിയവയെല്ലാമാണ്. ഓക്കെ, ഇപ്പോൾ ഇത് കൂടാതെ 1979 കാലഘട്ടങ്ങളിൽ, അതായത് ഈ 1979 തെരഞ്ഞെടുപ്പിൽ 2 തരം ആശയങ്ങൾ ഈ കൺസർവേറ്റീവ് പാർട്ടി അവരുടെ ഐഡിയോളജിയിൽ ഉൾപ്പെടുത്തി. ഓക്കെ, അതിലൊന്ന് എന്ന് പറയുന്നത് തന്നെ സാമൂഹിക ക്ഷേമരാഷ്ട്രം എന്നൊരു കാഴ്ചപ്പാടും, അതുപോലെ തന്നെ രണ്ടാമത്തേത് വ്യക്തി മഹത്വവാദം എന്നൊരു കാഴ്ചപ്പാട് കൂടിയായിരുന്നു. ഓക്കെ, എന്നീ ആശയങ്ങളൊന്നും കൂടി 1979 അവരുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് അവർ ഉൾപ്പെടുത്തി. മാത്രമല്ല ഇവരുടെ നിലപാടിനെ പറ്റി പറയുകയാണെങ്കിൽ രാജാധികാരത്തിൻ്റെയും അതുപോലെ തന്നെ പ്രഭുസഭയുടെ എല്ലാം തന്നെ അവകാശങ്ങളെ അനുകൂലിച്ചു കൊണ്ടുള്ളൊരു നിലപാടാണ് ഈ കൺസർവേറ്റീവ് പാർട്ടിക്കുണ്ടായിരുന്നത്. ഓക്കെ, മാത്രവുമല്ല ഈ കൺസർവേറ്റീവ് പാർട്ടിക്ക് നിരവധിയായ മേഖലകളിൽ നിന്നും ധാരാളം പിന്തുണ ലഭിച്ചിരുന്നു. ഓക്കെ, പ്രധാനമായിട്ടും നമുക്കറിയാം ഇവരുടെ വിശ്വാസം അനുസരിച്ച് സ്വകാര്യ ഉടമസ്ഥതയിലുള്ള സാമൂഹിക സംവിധാനത്തിനാണ് ഇവർ സ്വീകാര്യത കൽപ്പിക്കുന്നതിന്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും സ്വതന്ത്ര വ്യവസായ സംരംഭങ്ങളിൽ വിശ്വസിക്കുന്ന പരമ്പരാഗത അധികാരവർഗം, അതുപോലെ മുതലാളിത്ത മധ്യവർഗ വിഭാഗങ്ങൾ എന്നിവരിൽ നിന്നെല്ലാമാണ് ഈ കൺസർവേറ്റീവ് പാർട്ടിക്ക് ധാരാളം പിന്തുണ ലഭിച്ചിരുന്നത് തന്നെ. ഓക്കെ, മാത്രമല്ല നമുക്കറിയാം ഇവരെല്ലാം തന്നെ സ്വകാര്യ ഉടമസ്ഥതയ്ക്ക് അഥവാ ഇവരെല്ലാം തന്നെ പ്രൈവറ്റ് ഓണർഷിപ്പിന് വേണ്ടി വാദിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് ഓണർഷിപ്പിനാണ് ഈ കൺസർവേറ്റീവ് പാർട്ടി കൂടുതൽ സ്വീകാര്യത കൽപ്പിക്കുന്നത് തന്നെ. അപ്പോൾ ഈ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഹെഡ് അഥവാ കേന്ദ്രത്തെ പറ്റി പറയുകയാണെങ്കിൽ ഈ കൺസർവേറ്റീവ് പാർട്ടിയുടെ കേന്ദ്രം എന്ന് പറയുന്നത് പാർട്ടി നേതാവാണ്. അപ്പോൾ ഈ പാർട്ടി നേതാവാണ് കൺസർവേറ്റീവ് പാർട്ടിയുടെ അധികാര കേന്ദ്രം എന്ന് പറയുന്നതിന്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം ഈ പാർട്ടിയുടെ നേതാവായതുകൊണ്ട് തന്നെ പാർട്ടിയിൽ അദ്ദേഹത്തിന് എണ്ണമറ്റ അധികാരങ്ങളാണ് നൽകപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അധികാരത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് ധാരാളം അധികാരങ്ങളുണ്ട്. ചുരുക്കത്തിൽ ഇദ്ദേഹമാണ് പാർട്ടിയുടെ ചെയർമാനെ തിരഞ്ഞെടുക്കുകയും അതുപോലെ തന്നെ അതായത് പാർട്ടി സംഘടനയുടെ ചെയർമാനെ തിരഞ്ഞെടുക്കുന്നതും അതുപോലെ തന്നെ കൺസർവേറ്റീവ് പാർട്ടിയുടെ നയപരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിലെല്ലാം തന്നെ കൺസർവേറ്റീവ് പാർട്ടിയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്ന ഈ പാർട്ടിയുടെ നേതാവിന് പ്രമുഖ സ്ഥാനമാണ് നൽകപ്പെട്ടിട്ടുള്ളത്. മാത്രവുമല്ല ഈ പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ അവ എങ്ങനെ ആയിരിക്കണം, എന്തെല്ലാം മാറ്റങ്ങളാണ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ വരുത്തേണ്ടത്, എന്തെല്ലാം ആശയങ്ങളാണ് പുതുതായിട്ട് കൂട്ടിച്ചേർക്കേണ്ടത്, ഇവയുടെ ഐഡിയോളജിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ കാലാനുസൃതമായിട്ട് കൊണ്ടുവരണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം സംബന്ധിച്ച തീരുമാനങ്ങൾ എല്ലാം തന്നെ പാർട്ടിയുടെ വാർഷിക സമ്മേളനത്തിൽ വെച്ചാണ് തീരുമാനിക്കപ്പെടുക. ഓക്കെ, അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ പാർട്ടിയുടെ വാർഷിക സമ്മേളനത്തിൽ വെച്ചാണ് തീരുമാനിക്കപ്പെടുക. അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയാണ് കൺസർവേറ്റീവ് പാർട്ടിയുടെ കേന്ദ്രം എന്ന് പറയുന്നതിന് പാർട്ടി നേതാവാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ പാർട്ടിയുടെ നേതാവിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളൊരു സംവിധാനം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ നേതാവിനെ തിരഞ്ഞെടുക്കുന്ന രീതി കൺസർവേറ്റീവ് പാർട്ടിയിൽ ഇല്ലാതെയായി. അപ്പോൾ ഇന്നത്തെ കാലത്തെ ഇപ്പോൾ ആരെയാണ് കൺസർവേറ്റീവ് പാർട്ടിയിലെ നേതാവെന്ന് നോക്കിയാൽ അദ്ദേഹത്തെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് നോക്കിയാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രഭുസഭയിലെയും അതുപോലെ തന്നെ ബ്രിട്ടനിലെ പ്രഭുസഭയിലെയും അതുപോലെ തന്നെ പൊതുജനസഭയിലെയും അംഗങ്ങൾ തങ്ങളുടെ ഇടയിൽ നിന്ന് നേതാവിനെ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ എടുക്കുന്ന ക്ലാസ് പൂർണ്ണമായിട്ട് നിങ്ങൾ എക്സാം പർപ്പസിന് വേണ്ടി മാത്രം ഇത് ആശ്രയിക്കരുത്. മറ്റ്
ഡോക്യുമെൻറ്റ്സ് കൂടി നോക്കേണ്ടതാണ്. എനിക്ക് ലഭ്യമായിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് റെഫർ ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.